പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 മെയ് മാസം 16-ാം തീയതി വ്യാഴാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ ഒരു പുതുദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 41-ാം വാക്യം. എക്സോഡസ് ചാപ്റ്റർ 12 വേഴ്സ് 41 നാം ഇപ്രകാരം വായിക്കുന്നു: 430 സംവത്സരം കഴിഞ്ഞിട്ട് ആ ദിവസം തന്നെ യഹോവയുടെ ഗണങ്ങളൊക്കെയും മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടു. ദൈവത്തിന്റെ വലിയ പദ്ധതി അനുസരിച്ച് ഇസ്രയേൽ ജനം മിസ്രയീമിൽ 430 വർഷം വിവിധ ഫറവോന്മാരുടെ അടിമത്വത്തിൽ പരദേശവാസം കഴിഞ്ഞതായി 12-ാം അധ്യായം 40-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അങ്ങനെ ദൈവം ഇസ്രയേൽ ജനത്തിന് മിസ്രയീമിൽ പാർക്കുവാനായി നിശ്ചയിച്ച 430 വർഷം പൂർത്തിയായ ആ ദിവസം ദൈവിക പദ്ധതി അനുസരിച്ച് തക്ക ആളുകളെ ഒരുക്കി ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി ആർദ്രമാക്കി, കഠിനമാക്കി ആർദ്രമാക്കി, അങ്ങനെ സകലവും ക്രമീകരിക്കപ്പെട്ട് ആ ദിവസം എത്തിയപ്പോൾ ഇസ്രയേൽ ജനത്തെ മിസ്രയീമിൽ നിന്നും പുറപ്പെടുവിച്ചു. അതും എങ്ങനെയാണ് പുറപ്പെടുവിച്ചത്? അടിമകളാക്കി അവർക്ക് വേണ്ടവണ്ണമൊന്നും കൊടുക്കാതെ പീഡിപ്പിച്ചു. നാം ഈ 12-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, മോശ വചനം അവരോട് പറഞ്ഞതുപോലെ അവർ അനുസരിച്ച്, ഒരു വിധത്തിൽ പറഞ്ഞാൽ മിസ്രയീമ്യരെ കൊള്ളയിട്ട് പോകുന്നത് പോലെ സകല സ്വർണ്ണ വെള്ളി ആഭരണങ്ങളുമായി അവർ അവിടെ നിന്നും യാത്ര തിരിച്ചു. ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്ന സന്ദേശം, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഓരോന്നിനും ഒരു സമയം ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. അത് ഒരു സെക്കൻഡ് പോലും മുൻപെയോ പിന്നീടോ ആകാതെ ഓൺ ടൈമിൽ നമ്മൾ അത്ഭുതം കൂറുമാറ് ദൈവം അതാത് സമയത്ത് പ്രവർത്തിച്ച് തന്റെ മഹത്വം വെളിപ്പെടുത്തും. അതെ, അർദ്ധരാത്രി ആയപ്പോൾ ദൈവം തന്നെ ഇറങ്ങി എന്നാണ് പുറപ്പാട് പുസ്തകം നാം പഠിക്കുന്നത്. സംഹാരദൂതനായി ഇറങ്ങി തന്റെ ജനത്തെ മിസ്രയീമിൽ നിന്നും പുറപ്പെടുവിച്ചു. അപ്പോൾ മിസ്രയീമിൽ ഇസ്രായേൽ ജനമായിട്ട് 430 വർഷം പൂർത്തിയായി. ഈ നാളുകളിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങൾ, വചനങ്ങൾ, നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ, വചനം വായിച്ചപ്പോൾ, കൂട്ടായ്മയിൽ, സഭയിൽ, ആരാധനയിൽ, ദൈവജന ശുശ്രൂഷയിൽ നിങ്ങൾക്ക് ലഭിക്കപ്പെട്ട വെളിപ്പാടുകൾ, ദർശനങ്ങൾ, വാഗ്ദത്തങ്ങൾ, വചനങ്ങൾ അതിന്റെ സമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ആര് വിചാരിച്ചാലും ആ വാഗ്ദത്തത്തെ മാറ്റുവാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് ദൈവം ക്രമീകരിച്ചിരിക്കുന്ന കൃത്യമായ സമയത്ത്, കൃത്യമായ അളവിലും അനുപാതത്തിലും നിങ്ങളുടെ കരങ്ങളിൽ തന്നെ എത്തിക്കുവാൻ ദൈവം വിശ്വസ്തനും മതിയായവനുമാണ്. അതുകൊണ്ട് ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വേദനകൾ, നിരാശകൾ, രോഗങ്ങൾ, സാമ്പത്തിക പരാധീനതകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, ജീവിതത്തിന്റെ വിവിധ വിഷയത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന
ആരെങ്കിലും ഈ പ്രഭാതത്തിൽ ദൈവവചനം കേൾക്കുന്നുവോ, നിങ്ങളെ ഓരോരുത്തരെ കുറിച്ചും, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, നിങ്ങളുടെ ജോലിയെക്കുറിച്ച്, നിങ്ങൾ സ്വദേശത്തോ വിദേശത്തോ ആയിരിക്കുന്നു, നിങ്ങളെ ജോലിയിൽ നിന്ന് ആ ദേശത്തു നിന്ന് വിടുവാൻ പല കാര്യങ്ങൾ പല സമയങ്ങളിൽ നടന്നിട്ടുണ്ടാവാം. പക്ഷേ ദൈവം നിശ്ചയിക്കാതെ, ദൈവത്തിന്റെ സമയം എത്താതെ നിങ്ങളെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നിങ്ങളുടെ മേലുള്ള ദൈവിക വാഗ്ദത്തം മാത്രമേ നിറവേറുകയുള്ളൂ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് കമ്പനിയിൽ നിന്നോ HR ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഒക്കെ സർക്കുലറുകളോ അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള നിയമ കത്തുകളോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കാം. അതൊക്കെ ശരി തന്നെയാ. പക്ഷേ അത് നടപ്പിലാകണമെങ്കിൽ സ്വർഗത്തിലെ കോടതിയിൽ നിന്ന് ഒരു അപ്രൂവലും കൂടെ ആവശ്യമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ വിഷയത്തിന് നീക്കം, മുൻപോട്ട് ഒരു ചലനം ഉണ്ടാകുവാൻ മനുഷ്യർക്ക് ഇടയാവുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ വിശ്വസ്തത എത്രയോ ഉന്നതമാണ്, വലുതാണ്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തം വൈകിയാലും ദൈവം അത് നിറവേറ്റും. ഞാൻ വൈകിയാലും എന്ന് പറയുന്നത് ഓർക്കുക, നമ്മുടെ കാഴ്ചപ്പാടിലാണ്. ദൈവം അത് മുന്നമേ തന്നെ, ആരംഭത്തിങ്കൽ തന്നെ അവസാനവും അറിയാവുന്ന ദൈവം അതെപ്പോഴാണ് നടക്കേണ്ടത് എന്ന് കൃത്യമായി നാളും നാഴികയും വിനാഴികയും കുറിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ബലഹീന മനുഷ്യർ, പലതിലും നമുക്ക് വെപ്രാളവും ആധിക്യവും കൂടുതലായതുകൊണ്ട് വൈകിപ്പോയി ക്ഷമയില്ലാത്തതിനാൽ നാം ധൃതി കൂട്ടുന്നു. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയത് താമസിച്ചു എന്ന് നമുക്ക് തോന്നിയേക്കാം. ഒരിക്കലുമല്ല. ദൈവം നമുക്ക് വേണ്ടതായ കൃത്യസമയത്ത് മാത്രമേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ചില വിഷയങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ എന്നിട്ട് സ്വയം ചോദിക്കാറില്ലേ, കർത്താവേ, എന്റെ ഈ കാര്യത്തിന് മാത്രം എന്താ ഒരു തീരുമാനമില്ലാത്തത്? എന്റെ മകളുടെ പഠനകാര്യം, അവരുടെ വിവാഹകാര്യം, അവരുടെ ജോലിക്കാര്യം, അവരുടെ വിസ കാര്യം, അവർ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിട്ട് വർഷങ്ങളായി ഒരു തലമുറയുടെ കാര്യം, എന്താണ് എനിക്ക് മാത്രം ഒരു വിടുതലില്ലാത്തത്, ഒരു മറുപടിയില്ലാത്തത്? ഇപ്പോഴും തുടങ്ങിയ അവസ്ഥയിൽ തന്നെ ഇങ്ങനെ പോകുന്നതല്ലാതെ യാതൊരു മേൽഗതിയും ഇല്ലല്ലോ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അനേക പ്രാവശ്യം സ്വയം ചോദിച്ചും ദൈവത്തോട് ചോദിച്ചും ഉത്തരം കിട്ടാതെ ഭാരപ്പെടുന്ന ഏതെങ്കിലും അമ്മമാർ, അപ്പന്മാർ, സഹോദരങ്ങൾ, യുവജന സുഹൃത്തുക്കൾ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾക്കുള്ള ഉത്തരം ഒന്നേ ഉള്ളൂ. ദൈവത്തിന്റെ സമയം വരെ ക്ഷമയോടെ കാത്തിരിക്കുക. അങ്ങനെയാകുമ്പോൾ അറിയാത്ത വഴിയിൽ കൂടെ അത്ഭുതമാർന്ന് ദൈവപ്രവൃത്തി വെളിപ്പെടും. ഫറവോന്റെ കൊട്ടാരം മുതൽ മിസ്രൈമിലെ തടവറയിലെ ജയിൽപ്പള്ളിയുടെ ഭവനം വരെ ഒരു രാത്രി വലിയ കൂട്ട നിലവിളി ഉയർന്നപ്പോൾ ഇസ്രായേൽ ജനം അറുത്ത് തിന്ന് തട്ടഹസിച്ച് മിസ്രൈമിലെ കൊള്ളയിട്ട് പുറപ്പെടുന്ന രാത്രിയായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇസ്രായേൽ ജനം പോലും അതിശയിക്കത്തക്ക വിധത്തിൽ ദൈവം അവരെ ചെങ്കടൽ മറുകര കടത്തിയ ദൈവമാണ്. ഇന്ന് നിങ്ങൾ നേരിടുന്ന ചെങ്കടലിന്റെ അനുഭവങ്ങൾ, പിന്നിൽ മിസ്രൈം സൈന്യത്തിന്റെ വലിയ പോരാട്ടങ്ങൾ, രണ്ട് കരയും എത്താതെ നിൽക്കുന്ന വിഷമവൃത്തത്തിൽ ഭാരപ്പെട്ടു നിൽക്കുന്ന കുടുംബാംഗങ്ങളെ, അമ്മമാരെ, പിതാക്കന്മാരെ, നിങ്ങളുടെ മേൽ ദൈവം ഈ പകൽ പ്രവർത്തിക്കട്ടെ. ദൈവത്തിന്റെ സമയത്തിന് ക്ഷമയോടെ കാത്തിരുന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹങ്ങൾ നിശ്ചയമായും
നിങ്ങളുടെ കണ്ണാൽ തന്നെ കാണും. നിന്ദിക്കുകയും പഴിക്കുകയും ദുഷിക്കുകയും നിങ്ങളെ എണ്ണി എണ്ണി രഹസ്യമായും പരസ്യമായും പ്രത്യക്ഷമായും പരോക്ഷമായും പലവിധ കുറ്റവിചാരണകൾ ചെയ്തവരുടെ മുമ്പാകെ നിങ്ങളെ ലെബാനോനിലെ ദേവദാരു പോലെ നടുതലയായി നിർത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ ദൈവം ഇന്ന് പകൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് തന്റെ കൃപയാൽ വഴി നടത്തട്ടെ. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും, നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരൊഴുക്കുന്ന, ഉപവസിക്കുന്ന ആ വിഷയങ്ങളുടെയൊക്കെ വിടുതലിന്റെ ദിനമായി തീരുവാൻ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവപ്രവൃത്തി ജീവജലം ശ്രവിക്കുന്ന ഓരോരുത്തരുടെ മേലും ധാരാളമായി ചൊരിഞ്ഞ് ദൈവകൃപയോടെ മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയും അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മിസ്രൈമിൽ ഇസ്രായേൽ ജനം 430 സംവത്സരം അടിമകളായി പാർക്കണമെന്നത് ദൈവത്തിന്റെ വ്യവസ്ഥയും, എന്നാൽ ആ ദിനം എത്തുന്ന ആ രാത്രി തന്നെ തന്റെ ജനത്തെ, ഇസ്രായേൽ ജനവും മിസ്രൈം ജനവും ആകമാനം അതിശയം കൂറുമാറ് വിടുവിച്ച ദൈവപ്രവൃത്തി ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. കഴിഞ്ഞ ചില നാളുകളായി ഞങ്ങൾ കടന്നു പോകുന്ന വേദനകൾ, ഭാരങ്ങൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥകൾ, കുടുംബത്തിന്റെ അവസ്ഥകൾ, ആരോഗ്യം, സാമ്പത്തികം, നിലനിൽപ്പ്, ഞങ്ങളുടെ ആത്മീകം, ഭൗതികം എല്ലാം അപ്പനവിടുന്ന് അറിയുന്നു. അവിടുന്ന് ഞങ്ങളെ വിടുവിക്കുന്ന ഈ അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും അത് ദൈവം തന്റെ കൃത്യമായ സമയത്തിൽ ചെയ്തെടുക്കുമെന്നും ഇത് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനായി സ്തോത്രം. ദൈവവചനം കേൾക്കുന്ന ഓരോ ദിന മക്കളെയും അനുഗ്രഹിക്കുകയും നിരാശപ്പെടാതെ, പിന്മാറിപ്പോകാതെ, മടുത്തു പോകാതെ വിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു മുന്നേറുവാൻ ഇടയാക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, ഇന്ന് നമ്മളോട് വചനം സംസാരിച്ചതുപോലെ നാം വിശ്വാസത്തോടെ, ആത്മധൈര്യത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ദിനം സമീപമായിരിക്കുന്നു. അത് ഇന്ന് തന്നെ നടക്കട്ടെ. ഒരു വലിയ വിടുതൽ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്, വിദൂരങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിൽ എല്ലാത്തിലും ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. അങ്ങനെ കർത്താവിന് സ്തുതി കരയറ്റിക്കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളാകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless us all.